ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെറിയ രീതിയിൽ RSI എങ്ങനെ നമുക്ക് ട്രേഡിൽ ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ച് ചെറിയ രീതിയിൽ ഞാനൊരു വീഡിയോ ഇടാം. RSIനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. അതിനെപ്പറ്റി വിശദമായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെറിയ രീതിയിലൊന്ന് പരിചയപ്പെടുത്തി തരാം. പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നൊരു ദിവസം നല്ല രീതിയിൽ വലിയ ഇതിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാം, നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാം. അതേമാതിരി സൈഡ് ബേസ് മാർക്കറ്റ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ RSIയിൽ ഏത് സമയത്താണ് നമുക്ക് നല്ലൊരു ട്രെൻഡാണെന്ന് മനസ്സിലായി, ട്രെൻഡിൽ ട്രേഡ് എടുക്കുന്നവർക്ക് ട്രെൻഡാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല RSIയിൽ ഏത് സമയത്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടാണ്, നിഫ്റ്റീൻ്റെ ചാർട്ടാണ്. അതിൽ RSI ഒരു മോഹിനി പറഞ്ഞൊരു RSI ഉണ്ട്. അതിൽ ഒരു സ്ട്രാറ്റജിയാണ് RSI വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്ക് എപ്പോഴും അങ്ങനെ ഇൻഡിക്കേറ്റർ നോക്കലൊന്നുമില്ല, ഇടയ്ക്കൊന്ന് നോക്കും. മാർക്കറ്റിൻ്റെ ഒരു ലെവൽ അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഇടയ്ക്കൊന്ന് ഇൻഡിക്കേറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യലുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ആ ഇൻഡിക്കേറ്റർക്ക് പോവാം. ആദ്യം ഇതിപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ലെവൽ ഇതിപ്പോൾ ഏതാണ്, 30 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ്. ഇതിലൊക്കെ സൈഡ് ബേസ് മാർക്കറ്റ്, ട്രെൻഡ് മാർക്കറ്റ്, ഇതൊക്കെ തിരിച്ചറിയാൻ നമുക്ക് RSI ഉപയോഗിച്ചുകൊണ്ട് ഒരു ഏകദേശം ഐഡിയ കിട്ടും. പിന്നെ ഇതിലൊന്നും ഒരു 100% ഇതൊന്നും കിട്ടൂല. അതുകൊണ്ട് മോഹിനി, RSI മോഹിനി എന്നുള്ള ഇതാണത്. അത് ട്രേഡിംഗ് വ്യൂവിൽ അടിച്ചാൽ മതി, കിട്ടും. അതിൽ ഓൾറെഡി ബൈയും സെല്ലുള്ള ഇതൊക്കെ ഉണ്ടാവും. അത് നോക്കണമെന്നില്ല, ഞാനത് അതങ്ങനെ ശ്രദ്ധിക്കലില്ല. ട്രെൻഡിലാവുമ്പോൾ അതൊക്കെ വർക്കാവും. ട്രെൻഡിൽ മാത്രം എവിടുന്ന് ബൈ ചെയ്യാന്നുള്ളത് അതിലൊക്കെ അത് മനസ്സിലാവും, വർക്കാവും അത്. ഇപ്പോൾ RSI ഏറ്റവും മുകളിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 80, 85, 90 ലെവലിൽ RSI ഇങ്ങനെ പോവുകയാണ്, താഴത്തേക്ക് അങ്ങനെ വരുന്നില്ല. അപ്പോൾ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാതെ ഒരു ട്രെൻഡാണെന്ന് മനസ്സിലാക്കാം. അതേസമയത്ത് RSI താഴത്താണ്, 30 ആ ലെവലിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അവിടെ റിട്ടേൺ കയറുന്നില്ല എന്നുണ്ടെങ്കിൽ, സിഗ്നൽ വന്നിട്ടും ഒരു റിട്ടേൺ കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഡൗൺ ട്രെൻഡാന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ അതൊക്കെ അപ് ട്രെൻഡിൽ കണ്ടില്ലേ, RSI മുകളിലാണ് എന്ന് വെച്ചാൽ 50 മുകളിലായിട്ടാണ് RSI കിടന്ന് കളിക്കണത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ട്രെൻഡാന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെ അതിൽ നമ്മൾ ഹൈ പിന്നെ അപ് ട്രെൻഡിൽ ട്രേഡ് എടുക്കേണ്ട മെത്തേഡുകൾ ഉണ്ടല്ലോ, വേറെ സ്ട്രാറ്റജികളൊക്കെ ഓരോ ആൾക്കാർക്കുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഈ RSI മാത്രം ഉപയോഗിച്ചിട്ട് ട്രേഡ് എടുക്കരുത്. ട്രേഡ് എടുക്കൽ എപ്പോഴും നമ്മളെ സ്വന്തമായിട്ടുള്ള ചിന്തകളും നമ്മളെ അറിവും നമ്മളെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു തോന്നലൊന്നും വേണ്ട. അങ്ങനെ ഒരു ട്രേഡ് എടുക്കാൻ നമുക്ക് പറ്റൂല. RSI വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിൻ്റെ ഒരു എൻട്രി, നമുക്ക് ട്രേഡ് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളതൊക്കെ തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനുള്ള ഒരു ഉദാഹരണം പറഞ്ഞുതരാം. RSIയിൽ ട്രെൻഡായിട്ട് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ട്രെൻഡാണെന്ന് അറിഞ്ഞിട്ട് നമ്മളെ സ്ട്രാറ്റജിയൊക്കെ ഒത്തുവന്ന്, അപ്പോൾ ട്രെൻഡാന്നുള്ളൊരു തോന്നൽ വന്ന് അപ്പോൾ നമ്മൾ RSIയും കൂടി ചെക്ക് ചെയ്തു. അപ്പോൾ RSIയിൽ ട്രെൻഡായിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ട്രേഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാം, ഒഴിവാക്കാം. കാരണം ലോസ് ട്രേഡ് ഒഴിവാക്കാൻ പറഞ്ഞാൽ നമുക്ക് നല്ല ബെനിഫിറ്റാണ്. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ ചെയ്യാം. ഇതുണ്ട്, അടിയിലാണ് RSIൻ്റെത്, താഴെ വരുന്നുണ്ട്. താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ട് നമുക്ക് ഡൗൺ ട്രെൻഡായിട്ട് പോകണം. അതിലുള്ള ലോവർ ലെവലിൽ ഒരു എൻട്രി എടുക്കാൻ പറ്റും. ആ പോയിന്റിലൊക്കെ ഞാനത് പെട്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഉള്ളൊരു വീഡിയോ തയ്യാറാക്കേണ്ടത്. അത് സൈഡ് ബേസ് മാർക്കറ്റിലും ട്രെൻഡിലും ഏതൊക്കെ ലെവലിൽ നമുക്ക് ട്രേഡ് എടുക്കുക എന്നുള്ളതിനെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു കണ്ടിന്യൂ ചാർട്ട് നോക്കി, ഓരോ ദിവസത്തെ ചാർട്ടിൽ വ്യത്യാസം നോക്കി, അത് കണ്ടില്ലേ, അവിടേക്ക് RSI ലോ ആണ്, 50 താഴത്തേക്ക്. അപ്പോൾ ഡൗൺ ട്രെൻഡാണ്. ഡൗൺ ട്രെൻഡിലുണ്ടെങ്കിൽ ലോവർ ലോ ലെവലിൽ വരുന്നത് ഒരു ട്രെൻഡ് ലൈന് വരച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു നമുക്കൊരു എൻട്രി കിട്ടും, പ്രോഫിറ്റബിൾ ആവുകയും ചെയ്യും. ഇതും എല്ലായ്പ്പോഴും ഒന്നും ഇതാവൂല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, പേപ്പർ ട്രേഡൊക്കെ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്കും കൂടി ഓക്കെ എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ഒരു ലെവലിൽ നിങ്ങൾ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഞാൻ പൊതുവേ നിഫ്റ്റിയിൽ മാത്രമാണ് ട്രേഡ് എടുക്കൽ, നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ മെയിൻ സ്റ്റോക്കുകളൊക്കെ നോക്കും. പിന്നെ IV ഇന്ത്യ വിക്സ് ചെക്ക് ചെയ്യും, അതൊക്കെയാണ് നോക്കൽ. ഇപ്പോൾ അതുപോലെ തന്നെയാണ് നിഫ്റ്റിയിൽ
നമുക്ക് സൈഡ് വൈസ് മാർക്കറ്റ് റിട്ടേൺ അടിക്കുന്നത് മനസ്സിലാക്കാനും RSI ഉപയോഗിക്കാൻ പറ്റും. RSI ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഒരു രീതി ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ RSI മോഹിനി എന്ന് പറഞ്ഞ RSI ഇതൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ട്രേഡ് എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷെ അതൊന്നും പെർഫെക്റ്റ് ആവില്ല. നമുക്ക് നമ്മളെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു വിഷയമാണ്. എക്സ്പീരിയൻസിൽ ആയ ആളുകൾക്ക് മാർക്കറ്റിൽ ചെറിയ അനക്കങ്ങൾ വരുമ്പോൾ, ചെറിയ ഇൻഡിക്കേറ്ററൊക്കെ കാണുമ്പോൾ തന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങണ്ടായിരിക്കും എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ അതിനൊക്കെ സമയമെടുക്കും. തുടക്കത്തിൽ പഠിക്കുന്ന ആൾക്കാർ 2-3 വർഷമൊക്കെ എടുക്കും. അപ്പോൾ ഇനി നോക്ക്, ഇത് ലോവർ ലെവൽക്ക് ഇതിൽ കാണിച്ചു തരാം, നോക്കട്ടെ കേട്ടോ. ഇപ്പം RSI 1 അവറിലൊക്കെ മുകളിലാണ് നിൽക്കുന്നത്. ഇപ്പം ഇന്നലെ ക്ലോസ് ചെയ്തിപ്പോൾ അപ്പോൾ മുകളിൽ നിൽക്കുമ്പോൾ ഇനി സൈഡ് വൈസ് അല്ലാത്ത രീതിയിൽ മുകൾക്ക് തന്നെ ഇനിയും മാർക്കറ്റ് പോവുകയാണെങ്കിൽ പിന്നെ നല്ലൊരു അപ് ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ട്രെൻഡിക്ക് കിടക്കാം. ഇനിയിപ്പോൾ നാളെ ഓപ്പൺ ചെയ്തത് മുകളിലാണ്, പിന്നെ മുകൾക്ക് പോലെ ടെൻഡൻസി കാണിക്കണമെങ്കിൽ നല്ല അപ് ട്രെൻഡ് ആയിരിക്കും. അത് ഏതില്ല 1 അവറിൻ്റെ ക്യാൻഡിലായിരിക്കും. ഡെയിലി 5 മിനിറ്റിലൊന്നും പോയിക്കാണ്ട് അപ്പോൾ ട്രേഡ് എടുക്കാൻ പറ്റൂല. ക്യാരി ഫോർവേഡ് ചെയ്യണവർക്ക് അപ്പോൾ ട്രേഡ് എടുക്കാൻ പറ്റും. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അവർ വേറെയും മെത്തേഡുകളൊക്കെ ഉപയോഗിക്കണം കേട്ടോ. ഇത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് എടുക്കരുത്. പല ഇൻഡിക്കേറ്ററും നോക്കണം. മാർക്കറ്റിൻ്റെ ലെവല് നോക്കി മനസ്സിലാക്കിയാണ്ട് പിന്നെ എല്ലാത്തിലും ഉപരി റിസ്ക് റിവാർഡ് റേഷ്യോ, പൊസിഷൻ സൈസിങ് അതൊക്കെ നോക്കണം. പൊസിഷൻ സൈസിങ്, റിസ്ക് റിവാർഡ് റേഷ്യോ അതൊക്കെ നോക്കണം. അപ്പോൾ ഇതിൽ ഡബിൾ ടോപ്പ് വരുന്ന സ്ഥലങ്ങളുണ്ടാവും. അതിൽ ഫസ്റ്റത്തെ ടോപ്പിൻ്റെ മുകൾക്കായിട്ടേക്കരം പിന്നത്തെ ടോപ്പ് വരിക. അതേ സമയത്ത് RSIയിൽ എന്തേക്കാരം കണ്ട, ഇതിൽ ഞാൻ വരക്കണത് കണ്ടില്ലേ, RSIയിൽ എന്തേക്കാരം ഫസ്റ്റത്തെ മുകളിലും സെക്കൻഡത്തെ ടോപ്പ് കുറച്ച് താഴത്ത് വയ്ക്കാരം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ടിൽ ഫസ്റ്റത്തെ ടോപ്പിൻ്റെ മുകളിലായിരിക്കും സെക്കൻഡ് ടോപ്പ്. RSIയിൽ ഫസ്റ്റത്തെ ടോപ്പിൻ്റെ താഴത്തായിരിക്കും മറ്റേ സെക്കൻഡത്തെ ടോപ്പ്. അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഒരു ബെയറിഷ്, ഒരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും എന്നുള്ളത് പ്രതീക്ഷിക്കുക. അപ്പോൾ ഈ സിറ്റുവേഷൻ കണ്ടില്ലേ, അങ്ങനെ ഒരു റിട്ടേൺ എടുക്കും. അതും ഏത് മാർക്കറ്റിലാണ്? സൈഡ് വൈസ് മാർക്കറ്റിലാണ് അത് വർക്കാവുള്ളൂ. ട്രെൻഡ് മാർക്കറ്റിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിൽ പോയി ചാടിക്കയറ്റി ട്രേഡ് എടുക്കരുത്. ട്രെൻഡ് മാർക്കറ്റിൽ ഇപ്പം ഇങ്ങനെ വന്ന് റിവേഴ്സ് വരുന്ന ഉള്ളൊരു ഇത് റിവേഴ്സ് വരാതെ പിന്നെ മേലേക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ പിന്നെ അപ് ട്രെൻഡ് ആയിരിക്കും. പിന്നെ ധൈര്യമായിട്ട് ട്രേഡ് എടുക്കാം. ഇതിൻ്റെ വിപരീതമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെ കൂടുതൽ ഊർജ്ജം തരുന്നതിന് അനുസരിച്ചായിരിക്കും എനിക്ക് വീഡിയോകളും അപ്ലോഡ് ചെയ്യാൻ കഴിയുക, കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റ് വരിക.